ഗുഡ് മോർണിംഗ്. ഇന്നൊരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. അലർജി എന്ന അസുഖം എന്നെ ഇടയ്ക്കിടയ്ക്ക് തലോടാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കണ്ണിനാണ്. ഞാൻ രാവിലെ തന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചു. കണ്ണ് നല്ല വീർത്തിരിക്കുന്നുണ്ട്. കണ്ണ് കേടായി വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മോനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണ്ടേ. അപ്പോൾ വേഗം എളുപ്പത്തിൽ പോയിട്ട് ഞാൻ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കി. അമ്പാടിക്കാണെങ്കിൽ സോയാബീൻ, പൊട്ടറ്റോ അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും ഇഷ്ടം. പിന്നെ നമ്മുടെ വീട്ടിൽ പുതിയൊരു മുളക് ചെടി ഉണ്ടായിട്ട് കേട്ടോ, ചീനിമുളക്. അപ്പോൾ അത് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാമെന്ന് കരുതി. സാധാ പച്ചമുളകിനേക്കാളും ചീനമുളക് ഇട്ടിട്ട് ചട്നി അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണത്. അപ്പം ഞാൻ വേഗം വന്നിട്ട് ചട്നിയൊക്കെ വറുത്തിട്ടു, എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് വേണം ഇനി അമ്പാടീനെ പോയിട്ട് വിളിക്കാൻ. വിളിക്കുന്നത് ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല തണുപ്പ്, മഞ്ഞുകാലം ആയത് കാരണം തണുപ്പായതുകൊണ്ട് വിളിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അല്ലൂസിന് ചേർന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും. കുറേ നേരം വിളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മെല്ലെ എണീറ്റ് വരികയാണ്, ആടിപ്പാടിയിട്ടൊക്കെ പോവുകയാണ്. ആൾ ബ്രഷ് ചെയ്യാനും കുളിക്കാനും പോയ ഗ്യാപ്പിൽ ഞാൻ വേഗം വന്നിട്ട് യൂണിഫോം അയൺ ചെയ്യാൻ നിന്നു. യൂണിഫോം അയൺ ചെയ്യുന്ന ടേബിളാണെന്ന് തന്നെ വൈറ്റ് ക്ലോത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് മക്കൾ വന്നിട്ട് കേടുവരുത്തി വയ്ക്കും. അപ്പോൾ അത് വേഗം ഇനിയിപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഇതാക്കാൻ നേരമില്ലല്ലോ, എന്തൊക്കെയോ ഓയിൽ വെച്ച് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തിരിച്ചിട്ടിട്ട് വേഗം യൂണിഫോമൊക്കെ അയൺ ചെയ്ത് ഫുൾ സെറ്റാക്കിയിട്ട് വെച്ചു. ആൾ കുളിച്ച് വരുമ്പോഴേക്കും യൂണിഫോമോ ചോദിച്ചിട്ടാണ് വരിക. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. ഇന്നിപ്പോൾ സ്പോർട്സ് യൂണിഫോം ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ട്രൗസറൊക്കെ ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ വേഗം അതൊക്കെ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആൾ വരുമ്പോഴേക്കും വേഗം ദോശ ഉണ്ടാക്കാൻ നിന്നു. അപ്പോഴേക്കും ഇതാ അടുത്ത ആൾ നീച്ച് വരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളുടെ ഉറക്കമൊന്നും മാറിയിട്ടില്ല, കണ്ണ് ദേ അടഞ്ഞു പോകണം. പിന്നെ അല്ലൂസിനെ കുറച്ച് നേരം എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി പോകാനായില്ലേ. അപ്പോൾ വേഗം ബടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. ആൾക്ക് ചട്നി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് കഴിക്കണത്. അങ്ങനെ ഇതാ എല്ലാം റെഡിയായി പുറത്തൊക്കെ കൊടുന്ന് വെച്ചു. വണ്ടി വരാനായി. അപ്പോഴേക്കും ഇതാ അല്ലൂസ് വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഓടി പോവാണ് കേട്ടോ. ആൾ ആദ്യം റെഡിയാവും. അമ്പാടിയേട്ടനേക്കാളും മുന്നേ റെഡിയാവുന്ന ആളാണ് അല്ലൂസ്. അങ്ങനെ വേഗം അമ്പാടീനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു.